നമസ്കാരം. നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ CPM പ്രതിനിധിയായിട്ടുണ്ടായിരുന്ന അതേപോലെ നിലവിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള റജി ലൂക്കോസ് ആണ്. നമസ്കാരം സർ. നമസ്കാരം. നിലവിലെ നമ്മുടെ ഇലക്ഷൻ ചൂടിലേക്കൊക്കെ അടുക്കുന്ന ഒരു സമയമാണ്. ഇലക്ഷൻ ഡേറ്റ് വന്നു, വോട്ടേഴ്സൊക്കെ ഇലക്ഷൻ ചൂടിലേക്ക് വരികയാണ്. അതേപോലെ മുന്നണികളും ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കോട്ടയത്ത് എന്താണ് അവസ്ഥ? കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ മുഖം മനസ്സിലേക്ക് വരുന്നൊരു സ്ഥലമാണ്. അതേപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു കോട്ട തന്നെയാണ്. അതേപോലെ LDFനും കോൺഗ്രസിനും ഒരേപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ്. എന്താണ് കോട്ടയത്തെ അവസ്ഥ? കോട്ടയം എന്ന് പറയുന്നത് പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിനൊപ്പം രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു ജനങ്ങളുടെ നാടാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. ഈ ജില്ല തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഇടതിനെയും വലതിനെയും മാറി മാറി വിജയിപ്പിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. എന്നാൽ കോട്ടയം ജില്ലയിൽ സവിശേഷത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് കോട്ടയം ജില്ല. പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റി ഇവിടെ വളരെയധികം ഉണ്ട്. അപ്പൊ ഈ കത്തോലിക്ക സമൂഹത്തിന്റെ മനോഭാവം പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാറുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളും ഇവിടെ വളരെ എന്താ പറയുക ഒരു വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ജില്ല. പക്ഷെ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം വലിയ രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള മാറ്റം BJPക്ക് അനുകൂലമായ കോട്ടയം ജില്ല വന്നിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, കോട്ടയം ജില്ലയിലെ ജീവിക്കുന്ന മനുഷ്യര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാറി മാറി രണ്ട് മുന്നണികളെയും സഹായിച്ചിട്ടുണ്ട്. അത് തന്നെ അവരുടെ ഒരു എന്താ പറയാ ഉള്ളിൽ വിശാലമായ വീക്ഷണങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ കൺസിസ്റ്റൻസി രാഷ്ട്രീയ വീക്ഷണത്തിലോ അല്ലെ വോട്ടെടുപ്പിലൂടെ ഇല്ല, മാറി മാറി വരാം. പക്ഷെ അവർക്ക് ചോയ്സ് ഇല്ലായിരുന്നു. കാരണം കേരളത്തിൽ എവിടെയുള്ള പോലെ തന്നെ എയ്തർ LDF ഓർ UDF എന്നുള്ള ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് പൊതുവെയുള്ള ജനങ്ങളുടെ ഈ വന്നിരിക്കുന്ന മനോഭാവ മാറ്റത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം കോട്ടയം ജില്ല വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ BJPക്ക് അനുകൂലമായ മാറ്റം വരാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ BJPക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ, BJP തൊട്ടുകൂടാത്ത പാർട്ടിയാണ്, അകറ്റി നിർത്തണം എന്നുള്ള കപട ദുഷ്പ്രചരണങ്ങൾ LDFും UDFും കേരളത്തിൽ വ്യാപകമായി സ്പ്രെഡ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ BJP കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയെ പോലുള്ള സ്ഥലങ്ങളിൽ കാര്യമായ രീതിയിലുള്ള സ്വാധീനം ചെലുത്താറുണ്ട്. പക്ഷെ ഈ കുതന്ത്രങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനേകം നൂറുകണക്കിന് പദ്ധതികൾ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, 80-85% സബ്സിഡി ഉള്ളതും സീറോ പലിശ കൊടുക്കേണ്ടതുമായ നിരവധി പദ്ധതികൾ, ഇതിലൊന്നും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. ഉത്തരേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സ്ത്രീകൾ ഇത്തരം പദ്ധതിയിൽ പങ്കാളികളായി അവരുടെ ഗ്രൂപ്പുകള്, അവരുടെ സംഘങ്ങളൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കണം എന്ന് വാചകമടിക്കുന്ന എസ്പെഷ്യലി ഇടതു മുന്നണി ഇത്തരം പദ്ധതികൾ നമ്മളിൽ നിന്നും കേരളത്തിലെ മാറ്റി നിർത്തുമായിരുന്നു, മറച്ചു വെക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമായിട്ടുള്ള ഈ പദ്ധതികൾ കേരളത്തിലേക്ക് ആവശ്യമുണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത നിലവാരം ഉയരുമെന്നുള്ള സത്യാവസ്ഥ ബോധ്യമായ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ ഇപ്പോൾ BJPക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടത് കോട്ടയിലെ വോട്ടുകളാണോ നിങ്ങളുടെ പക്ഷത്തേക്ക് വരുമെന്ന് പറയുന്നത്? ഇടത് കോട്ടയം തന്നെ. അങ്ങനെ ഇടത് കോട്ടയം എന്ന് പറഞ്ഞൊരു പ്രദേശം കോട്ടയത്തില്ല. അതൊക്കെ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ, കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെ അങ്ങനെ കോട്ടകളില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാറി മാറി LDF UDF ജയിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഉള്ളവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുതന്ത്രങ്ങളും ഈ വ്യാജ ആരോപണങ്ങളും തിരിച്ചറിഞ്ഞ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ, നിങ്ങളോട് ഒരു കാര്യം പറയാം, കോട്ടയം ജില്ലക്കാർ വ്യാപകമായി യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ NRI, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ NRIs ആയിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം. ആ കോട്ടയം ജില്ലയിൽ വിദേശത്തു നിന്നും ഈ രാജ്യത്തിന്റെ വളർച്ച, ഈ രാജ്യം 4ാമത്തെ ശക്തിയായതും ലോകത്തിലെല്ലായിടത്തും ഇന്ത്യക്ക് കിട്ടിയ മഹത്വം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ലോക നേതാവായി മാറിയതും, ഇന്ത്യക്കാരെന്നുള്ള അഭിമാനവും BJPയോടുള്ള നെഗറ്റീവ് മനോഭാവത്തിൽ NRIസിന് വളരെ മാറ്റം തോന്നിയിട്ടുണ്ട്. അവരുടെ തങ്ങളുടെ നാളിലേക്കും തങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടെല്ലാം ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഈ വളർച്ചയും ഈ സാമ്പത്തിക മുന്നേറ്റവും കേരളത്തിൽ ലഭിക്കാതെ കണ്ട് ഇവർ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരായ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ BJPയോടുള്ള വിരോധം മാറ്റി അത് വലിയ രീതിയിൽ BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ കോട്ടയം ജില്ലക്കാരാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ഈ കാത്തലിക് കമ്മ്യൂണിറ്റി, കാരണം ഈ ജില്ലയിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ
BJPയുടെ അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു ട്രെൻഡ് തന്നെ. കാരണം BJP ആണ് ഭാവി കേരളത്തിന് സുരക്ഷിതം. വികസിത കേരളം പറയുന്നത് BJP മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു, പുറകോട്ടടിക്കുമായിരുന്നു. ലോകത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ഇപ്പോൾ കേരളത്തിന് പറ്റാത്തൊരവസ്ഥ ഇവർ സൃഷ്ടിച്ചതാണ്. തന്നെയുമല്ല, വികസനം എന്ന് പറയുന്നത് കുറെ റോഡ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ കുറച്ച് പാലങ്ങൾ പണിയുന്നതിൽ മാത്രമല്ല, വികസനം ഭാവി തലമുറയ്ക്ക് ഇവിടെ സാമ്പത്തികമായിട്ട് വളരാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുന്നതിലാണ്. ആ കാര്യത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും പിന്നിലാണ്. നോർത്ത് ഈസ്റ്റ് പോലും നമ്മളെക്കാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവർ നമ്മളെ വർഷത്തിൽ സർക്കാർ കോട്ടയത്ത് പരാജയപ്പെട്ടു എന്നാണോ പറയുന്നത്? കോട്ടയത്തല്ല, കേരളത്തിൽ മൊത്തം LDF സർക്കാർ പരാജയമാണ്. തന്നെയുമല്ല, വർഗീയത ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ LDF-ഉം CPM-ഉം ആണ്. അതാ ഞാൻ പറഞ്ഞത്, വികസനത്തിൽ ഇവർ വളരെ പരാജയമാണ്. സ്വാഭാവികമായിട്ടല്ല വികസനം പറയുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന നാടുകളിൽ സ്വാഭാവികമായ ഡെവലപ്മെന്റ്സ് വരണം. അതിനെ തകർന്നതാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് നമ്മളെ മുഖത്ത് നോക്കി അധിക്ഷേപിക്കുന്നതില്ല. സ്വാഭാവികമായിട്ടില്ല. ഞാൻ എത്യോപ്യ പോലുള്ള രാജ്യത്തെ അടുത്ത കാലത്ത് യാത്ര ചെയ്തു. ഒരു അവികസിത രാജ്യമെന്ന് നമ്മൾ കണക്കാക്കിയിരുന്ന സ്വന്തമായ പോർട്ട് പോലും എത്യോപ്യയിൽ പോലും നമ്മളെക്കാലൊക്കെ എത്രയോ വികസിച്ചിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അതിന്റെ കാരണം കേന്ദ്ര സർക്കാരിനോടൊപ്പം സഞ്ചരിക്കാതെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളോടൊപ്പം പങ്കുചേരാതെ, കേരളത്തിലെ ജനങ്ങളെ BJP വിരുദ്ധെന്ന് പറഞ്ഞ് തങ്ങൾക്ക് അധികാരത്തിൽ തുടരാനുള്ള കബളിപ്പീരാണ് അതിന്റെ മുഖ്യമായ കാരണം. അത് തിരിച്ചറിഞ്ഞ് കോട്ടയം ജില്ല, എസ്പെഷ്യലി ഞാൻ എല്ലാ ജില്ലകളും തന്നെ കോട്ടയത്തിൽ ചോദിച്ചോണ്ട് അടുത്ത തവണ BJPക്ക് അത്ഭുതകരമായ വിജയം കോട്ടയത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് കടുത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ പോലുള്ള നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നതിനപ്പുറം ജനങ്ങൾ BJPയോടൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേരും എന്നതിൽ ഒരു തർക്കവുമില്ല. നല്ല ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണല്ലേ താങ്കൾ പറയുന്നത്. പക്ഷെ അവിടെ മാണി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ നാടാണ്. അപ്പോ ഇത്തരത്തിലുള്ള ആ ഒരു ജനങ്ങൾക്കുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ രീതിയിൽ വോട്ട് സ്പ്ലിറ്റ് ആയി പോവില്ലേ? വാസവരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിന്റെ പുതുപ്പള്ളിയിലൂടെ നിങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂക്കത്ത് പറ്റും. കാരണം വികസനം എന്നാ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. റോഡുകളില്ല, ഒരു സ്ഥാപനങ്ങളില്ല, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും കുറവാണ്. പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങൾ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് നന്മ കൊണ്ടാ. അത് പോരല്ലോ, നാട് വികസിക്കണ്ടേ. അന്ന് മാണി സാറിനെ കുറിച്ച് പറയും. മാണി സാർ ഇതുപോലെ ഞാൻ വളരെ ആദരിക്കുന്ന നേതാവാണ്. മാണി സാറിന്റെ പാലയിൽ മാണി സാർ കുറെ വികസനങ്ങൾ കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പാലയുടെ അവസ്ഥ സത്യം പറഞ്ഞ പരിതാപകരമാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് ഒരു MLA അവിടെ ഉണ്ടായിട്ട് ഒരു വെറുതെ കിട്ടുന്ന പദ്ധതികൾ പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. പാലാ വർഷത്തിലുള്ള നിരാശയിലാണ്. പാല എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഹബ്ബാണ് കേരളത്തിലെ. ഇപ്പൊ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അവിടെ ഷോൺ ജോർജ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ, പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരാണ്ട് ഔദ്യോഗിക വ്യക്താവെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. ഷോൺ ജോർജ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ പാലായിൽ ത്രികോണ മത്സരത്തിൽ ഈസി വാക്കവറായിരിക്കും ഷോൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഷോൺ ജോർജിനെ വിജയിപ്പിക്കാനായിട്ട് വരും. ഷോൺ ജോർജ് ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ഹാരമായി മാറിയിരിക്കുകയാണ്. പാലായിൽ ഷോൺ ജോർജ് ജയിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പ് തരുന്നു. ഇല്ല എങ്കിൽ ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന അങ്ങനെയുള്ള മാധ്യമം എന്നോട് അന്ന് ചോദിച്ചു. സോറി നേഷൻ ഫസ്റ്റ്. ഐ ആം സോറി. ഓക്കെ, കോട്ടയത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഏകദേശം BJPയോടൊപ്പം തന്നെ ആയിരുന്നു. കാരണം നമ്മൾ തദ്ദേശ സമയത്ത് കണ്ടതാണ് കോട്ടയത്തോട് വലിയ രീതിയിലൊരു അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷത്തോട് സംസ്ഥാനം തന്നെ അല്ലെങ്കിൽ സംസ്ഥാന BJP നേതൃത്വം തന്നെ ഒരു അല്ലെങ്കിൽ പ്രതീക്ഷ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തദ്ദേശത്തിൽ അത്രത്തോളം ശോഭിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കോട്ടയത്തെക്കാട്ടിൽ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു മികവ് പുലർത്താൻ സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രാദേശിക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പല മേഖലകളിലും വിജയിച്ചിട്ടെങ്കിലും BJP വലിയ വോട്ട് ഷെയറിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ വിജയിക്കാൻ പറ്റില്ലെങ്കിൽ 200-നും 300-നും മുകളിൽ വോട്ട് പിടിച്ച BJP ഒരിക്കലും എന്താ പറയാ അവിടെ പ്രതീക്ഷിക്കാത്ത ചില വാർഡുകളിലും ഈ രീതിയിലുള്ള മുന്നേറ്റം നടത്തുക അതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിസ്സംശയം പറയാം, പ്രാദേശിക പറ്റിയ ഘടകങ്ങളൊക്കെ ഉണ്ട്. നിസ്സംശയം പറയാം, ഒരു കേരള കോൺഗ്രസുകളുടെയും തട്ടകം എന്ന് പറയുന്ന കോട്ടയം ജില്ല ഈ കേരള കോൺഗ്രസ് പാർട്ടിയോട് തന്നെ വിരക്തിയാണ്. കാരണം കേരള കോൺഗ്രസ് ഒന്നും യാതൊരു വിഷനും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, ദേശീയ ബോധമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. നാടെങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. വെറും രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കുന്ന കുറെ എന്താ പറയാ ഇന്ന് ഗിമ്മിക്സുകൾ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നിയമസഭ പറഞ്ഞുകൊണ്ടപ്പോഴേ ആ കേരള കോൺഗ്രസുകളെല്ലാം കേരളത്തിലെ ജനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ല ഇപ്പോൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ അനിശ്ചിതത്വം നമ്മൾ മനസ്സിലാക്കും. പക്ഷെ BJP പറയുന്ന വികസിത കേരളം, സുരക്ഷിത കേരളം, ആചാര സംരക്ഷണ കേരളത്തിന് വേണ്ടി ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ ഞാൻ അടിവരയിട്ട് പറഞ്ഞു, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റ് കോട്ടയം നടന്നു കഴിഞ്ഞു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സ്ഥിരമായിട്ട് മത്സരിച്ച് നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസികൾ, എസ്പെഷ്യലി കടുത്തുരുത്തി പോലുള്ള
നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മോചനത്തിനായി ജനങ്ങൾ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ളവരും കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം പങ്കെടുത്ത ഒരു പ്രകടനം തന്നെ തെളിയിച്ചു. ആയിരങ്ങളായിരുന്നു ആ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇത് കോട്ടയത്ത് BJPയുടെ വമ്പിച്ച കുതിച്ചുചാട്ടത്തിന് ഇടവരും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. നിങ്ങൾ വേണം നിങ്ങളെ മാധ്യമപ്രവർത്തകരെ ഈ ജില്ല മൊത്തം ഒന്ന് അഭിപ്രായ സർവേ എടുത്തോളൂ. അവിടെ BJPയുടെ കുതിച്ചുചാട്ടം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും. തീർച്ചയായും നമുക്ക് പരിശോധിക്കാം കോട്ടയത്ത് BJPയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ജനങ്ങൾ BJP സ്വീകരിച്ചു തുടങ്ങിയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഇലക്ഷൻ ചൂട് മുറുകുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ല, പൂർണ്ണമായിട്ടില്ല. അപ്പൊ ആ ഒരു സ്ഥാനാർത്ഥികളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണ രേഖ കിട്ടുകയുള്ളൂ.